ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. ഞാനപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കൊച്ചിനെ അംഗനവാടി കൊണ്ടുവന്നാക്കി ഒക്കെ വന്ന്. അപ്പം മീൻ ഇരിപ്പുണ്ടായിരുന്നു, മത്തിയാണ്. അപ്പോൾ മത്തി മുറിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മുറിക്കണതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് പൊരിക്കാമെന്നും കുറച്ചെടുത്ത് കറി വെക്കാമെന്ന്. പിന്നെ ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ക്യാബേജ് ഒലത്താനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മത്തി വേറെ ഇരിപ്പുണ്ടായിരുന്നു, അത് പൊരിക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കറി വെക്കാനെടുത്തത്. ഈ കറി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ വെക്കണ ഒരു കറിയാണ്. ഞാൻ തന്നെ ഇങ്ങനെ എപ്പോഴും ഒരേ ടൈപ്പായിട്ട് ഞാൻ വെക്കാറില്ല മീൻ കറി. ഓരോ മീനിൻ്റെ രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വെക്കും. ചിലപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കും, മീൻ കിട്ടണ അനുസരിച്ച് ആ മീൻ എങ്ങനെ വെക്കാൻ പറ്റും, അങ്ങനെ ഓരോന്ന് നോക്കിയിട്ടാണ് വെക്കാറ് കേട്ടോ. ഇന്നുണ്ടാക്കിയ മീൻ കറിയിൽ അധികം സവാള, അധികം പൊടികളോ അങ്ങനെയൊന്നും ഇട്ടില്ല. ഒന്നാമത് കുറച്ച് കറിയാണ് ഞാൻ വെക്കണത്. അപ്പോൾ മുളകിട്ട് തന്നെയാണ് വെച്ചത്, മുളക് കറിയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മീൻ കറിയൊക്കെ ആയി. ഇനി നമുക്ക് മീൻ പൊരിക്കാനാണ് ഉള്ളത്. മീൻ പൊരിക്കാനായിട്ട് ഞാൻ എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നതെന്ന്. നല്ല മഴയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മഴ ദിവസമാണെന്ന്. അപ്പോൾ നമ്മുടെ അടുക്കളയുടെ അവിടുത്തെ ജനലയുടെ അതിൽ കൂടെയൊക്കെ നമുക്ക് കാണാം മഴ പെയ്യണത്. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ചാണ് കുക്കിങ്ങൊക്കെ നടക്കാറ് മഴ ഉള്ള ദിവസങ്ങളിൽ കേട്ടോ. മീനപ്പം മറിച്ചിടുന്നു. നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു കേട്ടോ. നല്ലത്. ഇവിടെ ഒരു ഇക്കയാണ് കൊണ്ടു തരാറ്, ജമാൽക്ക എന്നാണ് പേര്. പണ്ട് മുതൽ കുട്ടിക്കാലം മുതലേ ആൾ തന്നെയാണ് ഇവിടെ കൊണ്ടു തരുന്നത്. ആൾ നല്ല എന്താ പറയുക, എൻ്റെ ഉമ്മച്ചിയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഉമ്മച്ചിയുടെ കുഞ്ഞിലെയും ആൾ തന്നെയാണ് മീൻ കൊണ്ടുവന്നിരുന്നതെന്ന്. ഇപ്പോഴും ഒരു സൈക്കിളിന് ആളിങ്ങനെ വരും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, രാവിലെ വരണത് നോക്കിയിരിക്കും. കാരണം ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മീനുണ്ടാവില്ല. മീനെന്ന് വെച്ചാൽ മീനൊക്കെ വേണമല്ലോ ഇപ്പം ഭക്ഷണത്തിന്. ചോറ് കഴിക്കാനൊക്കെ മീനൊരു നിർബന്ധമാണ്. ഇന്നുണ്ടായത് ക്യാബേജ് ഒലത്താണ്, ക്യാബേജ് ഒലത്തി. കറികളൊക്കെ റെഡിയായി, ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച്, കാരണം കൊച്ചില്ലല്ലോ, കൊച്ചിനെ കൊണ്ടുവന്നാക്കി. അപ്പോൾ പിന്നെ 3:30 ആകുമ്പോഴാണ് കൊച്ചിനെ കൊണ്ടുവരാൻ പോവുക അംഗനവാടിയിൽ നിന്ന്.
അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കും. ഒരു മണിയായപ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയായി. അപ്പം ഞാൻ എല്ലാം കൂട്ടി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. താങ്ക് യു.